ഒന്ന് സുഹൃത്തെ നിങ്ങൾ നിങ്ങളുടെ വൈഫിനെ വിളിച്ച് കാര്യം ചോദിക്കും, അല്ലാണ്ട് വെറുതെ ഞങ്ങളൊക്കെ പള്ളിയാക്കലെല്ലാം. നമ്മളെല്ലാരും കൂടിയിട്ട് ഈ ചേച്ചിന്റെ ഹസ്ബൻഡിനെ പ്രാങ്ക് ചെയ്യാൻ പോണ് എന്ന് പറഞ്ഞ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പൊ അതിന്റെ വീഡിയോ ആണ്. നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ട് അഭിപ്രായം പറയണം. ചേച്ചി പ്രാങ്ക് ചെയ്യില്ലേ? നമ്മുടെ സ്കോഡ് ഇട്ടാ എക്സിക്യൂട്ടീവ് അൻഷാദ് ചേട്ടൻ ഓൺലൈൻ പരമായിട്ട് വല്ല ലോൺ എടുത്തിട്ടുണ്ടോ? ക്രെഡിറ്റ് ബിൽ ചേട്ടനോ അല്ലെങ്കിൽ വൈഫോ? ഇല്ല. വൈഫ് ഒരു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു ക്രെഡിറ്റ് ബിൽ. എടുത്തിട്ടുണ്ടോ? ധന്യാന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെ ഒരു 3 ലക്ഷം എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് പ്രോസസിംഗ് ആയിട്ട് നമുക്കിപ്പോ ഒന്നും അടയ്ക്കാൻ പറ്റിയിട്ടില്ല. നോക്കി കോൾ ചെയ്തിട്ട് എടുക്കുന്നില്ല. എടുക്കുന്നില്ല. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ഡീറ്റെയിൽ പിന്നെ ചേട്ടന്റെ ആണ്. ഓൺലൈൻ 1 ഇയേഴ്സിന്റെ ഒരു സ്കീമായിരുന്നു. ഇപ്പൊ ഓൺലൈൻ ആയതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഡീറ്റെയിൽസും ഫുള്ള് നിങ്ങളുടെ പേരാണ്, നോമിനിയും എല്ലാമായിട്ട്. എടുത്തിട്ടുണ്ടോ? അടച്ചിട്ടില്ലേ? എന്തത് ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണത് ലോണിന്റെ. മുമ്പ് എടുത്തിട്ടുണ്ട് ലോൺ. അതൊക്കെ കറക്റ്റ് അടഞ്ഞു പോയതുകൊണ്ടാണ് ഈ ഒരു എമൗണ്ട് തന്നത്. 2 സംതിങ് ഇപ്പൊ 2 ലക്ഷം. ഇത് കാരണം നിങ്ങൾ അടച്ചിട്ടേ ഇല്ല. 1 2 3 4 5 6 പെൻഡിങ് ആണ്. ഈ 6 പെൻഡിങ്ങും നമുക്ക് അതില് സിബിലിംഗും നിങ്ങളുടെ ഒരുപാട് താഴെ. നോമിനിക്കാണ് ഇതിന്റെ ബാധകം ഫുള്ളും. നമ്മൾ ലീഗലായിട്ട് മൂവ് ചെയ്യേണ്ടി വരും. അല്ല, നിങ്ങളൊന്നും സംസാരിക്കില്ല എന്ന് പറയുമ്പോ നിങ്ങൾ പൈസ വാങ്ങിയിട്ടുണ്ട്. വിളിച്ച ഫോണെങ്കിലും എടുക്കണമായിരുന്നു. ചേച്ചി നിങ്ങൾ ഡ്യൂ അടയ്ക്കാത്തത് കൊണ്ടാണല്ലോ നമ്മളിപ്പോ ഇങ്ങനെ ഒരു ഇതിന് വന്നത്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സീൻ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? അതൊക്കെ സംസാരിക്കില്ല എന്ന് പറഞ്ഞാൽ എന്താ പരിപാടിയാണ് കാണിക്കുന്നത്? കോൾ ചെയ്ത് എടുക്കലും ചെയ്യണ്ടേ? ഇപ്പൊ കൂടി വിളിച്ച സമയത്ത് സംസാരിക്കണില്ല ചേട്ടൻ. ഞാൻ എങ്ങനെ തരും? നമ്മുടെ വിഷയമല്ലോ. ചേട്ടന്റെ വൈഫല്ലേ എടുത്തത്? നിങ്ങൾ അടയ്ക്കാന്ന് പറയുന്നത് നിങ്ങളുടെ ഹസ്ബൻഡിന് കയ്യിൽ നിന്ന് വാങ്ങിയ പൈസ അല്ല. എങ്ങനെ ഒഴിവാക്കണത്? അല്ലെ ചേച്ചി, സ്പീക്കറിലാണ്. നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിട്ട് വേറെ വല്ലതല്ല. നിങ്ങൾ കടം അങ്ങോട്ടാ വാങ്ങിക്കുന്നത്. ഒന്ന് സുഹൃത്തെ നിങ്ങൾ നിങ്ങളുടെ വൈഫിനെ വിളിച്ച് കാര്യം ചോദിക്കും, അല്ലാണ്ട് വെറുതെ ഞങ്ങളൊക്കെ പള്ളിയാക്കലെല്ലാം. നിങ്ങളുടെ ഭാര്യയാണ് എന്നെ വാങ്ങിയിരിക്കുന്ന പൈസ. അത് എന്തിനാണോ ഏതിനാണോ നമുക്കറിയില്ല. ആയിട്ട് തന്ന പ്രാങ്ക് ഞങ്ങളെ കണ്ടു നോക്കിയേ. എന്നെ കണ്ടിട്ടോ? പൂക്കളെ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതെ, ഈ നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത്? എന്ത് പറയാ, ഞാൻ ഇനി ഒന്ന് സ്നേഹസമ്മാനം പൂവ്, ഫ്രെയിം, ഓരോരോ ഗിഫ്റ്റുകൾ. മോനെ കുറച്ച് ഇമോഷണൽ ആയിട്ട് കരയടാ. കുറച്ചേരം കൂടി നിന്നാണ് ആൾക്കാർ. പ്രാങ്കിന് കിട്ടിയ